ഹായ്, ഐ എം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് ജി മേജർ ബ്രോക്കൺ കോഡ്. ജി മേജർ ബ്രോക്കൺ കോഡ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ജി മേജർ സ്കെയിൽ വന്ന് കല്യാണി രാഗം മിസ് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ബ്രോക്കൺ കോഡ് എടുത്തപ്പോൾ കല്യാണി രാഗത്തിൽ നിന്ന് അതങ്ങ് മാറി അത് ശങ്കരാഭരണം രാഗമായി മാറിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് ജി മേജർ കോൺട്രറി മോഷൻ. അപ്പോഴെന്താ സംഭവിക്കുക? തിരിച്ചത് കല്യാണിയിലേക്ക് അങ്ങ് വരും. അപ്പോൾ കല്യാണി രാഗത്തിൽ എങ്ങനെ ഒരു പാട്ട് എടുക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു ഹിറ്റായ ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ മിസ് കാണിച്ചാൽ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതേസമയം ബോർഡിൽ നമ്മളെടുത്തത് ടൈം സിഗ്നേച്ചറാണ്. നിങ്ങൾക്ക് ഒരു മ്യൂസിക് നൊട്ടേഷൻ്റെ ഒരു ഷീറ്റ്, ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ടൈം സിഗ്നേച്ചർ കണ്ടുപിടിക്കുന്നതെന്ന് അത് ബോർഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇപ്പോൾ ജി മേജർ ബ്രോക്കൺ കോഡ്. ഇപ്പോൾ ജി മേജർ ബ്രോക്കൺ കോഡിന് ജി ടു ജി ഇവിടം വരെ റൈറ്റ് ഹാൻഡ് വരുമ്പോൾ ജി ടു ജി ലെഫ്റ്റ് ഹാൻഡ് വരും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ജി, എഫ് ഷാർപ്പ്, ഇങ്ങനെ ആണ് ബ്രോക്കൺ കോഡ് എടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി മിസ് കാണിച്ചു തരാം. കണ്ടോ, ജി ജി, ഇവിടെ എഫ് ഷാർപ്പ്, ഇവിടെ എ ബി, എന്താ എഫ് ഷാർപ്പ് വന്നു, ജി. അപ്പോൾ ജി മേജർ സ്കെയിൽ വന്ന് കല്യാണി രാഗമെന്ന് മിസ് പഠിപ്പിച്ചല്ലോ അല്ലേ? പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, കല്യാണി രാഗമെന്ന് പറയണമെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജീട്ടിങ്ങനെ ഇങ്ങനെ നിങ്ങൾ വായിച്ചിട്ട് ഇത് കല്യാണി രാഗമെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഷഡ്ജം ഇവിടെ വന്നാൽ ഇത് വന്ന് സെവന്ത് നോട്ടായിട്ടാണ് വരുന്നത്, ഏഴാമത്തെ നോട്ടല്ലേ. അപ്പോൾ ഒരിക്കലും അത് കല്യാണിയിൽ കിട്ടത്തില്ല, അത് ശങ്കരാഭരണം രാഗമായിരിക്കും കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇവിടുന്ന് ആരംഭിച്ചിട്ട് ഇത് കല്യാണി എന്ന് പറയരുത്. പക്ഷേ കല്യാണി എന്ന് പറയണമെങ്കിൽ അതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ട, ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പ്രതിമധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം, ഷഡ്ജം. ഇങ്ങനെ വന്നാൽ മാത്രമാണ് അത് കല്യാണി രാഗം, അതായത് മേഘ കല്യാണി രാഗം കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ കല്യാണി രാഗത്തിൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പാട്ട് പിടിച്ച് നോക്കാം, ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. നിങ്ങൾ രാഗം ഇപ്പോൾ വെസ്റ്റേൺ ക്ലാസിക്കാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ അകത്ത് ആ സ്കെയിലിൽ ഏത് രാഗം എടുക്കാമെന്ന് കാണിക്കാം. അതേസമയം ആ രാഗത്തിലൊരു പാട്ട് നമുക്ക് നോക്കാം, എങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, അതെ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള പാട്ടാണ്. ഇത് കീ എടുക്കുന്നത് മിസ് ഫാസ്റ്റായിട്ട് വായിച്ചു പോയി. നിങ്ങൾ എങ്ങനെ എടുക്കുന്നത് കണ്ട, ജി ഫിംഗർ ഇങ്ങനെ മിസ് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ ഓർഡറായിട്ട് ഫിംഗർ എടുക്കണം കേട്ടോ. ഇങ്ങനെ വേണം ഫിംഗർ പോകാൻ. പക്ഷേ മിസ് കൈകൊണ്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടി ഇത് കണ്ട, ജി. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്കിൻ്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ടൈം സിഗ്നേച്ചർ. അതെന്താണെന്ന് നോക്കാം. ടൈം സിഗ്നേച്ചർ. ടൈം സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ 4/4 ഈ ഒരു മെഷറിനകത്ത്, ഇതാണ് മെഷർ എന്ന് പറയും, ഇവിടുന്ന് ഇവിടം വരെ മെഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷറിനകത്ത് 4 ബീറ്റിൻ്റെ നോട്ട് ഉണ്ടായിരിക്കണം, അതാണ് ടൈം സിഗ്നേച്ചർ. അപ്പോൾ 1 2 3 4 ഇത് സെമി ബ്രെയിൻ. ഇത് 2 കൗണ്ട് 1 2 3 4. അപ്പോൾ 2 ബീറ്റ് കൗണ്ടിൻ്റെ 2 നോട്ട്. ഇത് ഒരു ബീറ്റിൻ്റെ 4 നോട്ട്, 1 2 3 4. ഇവിടെയാണെങ്കിൽ ഒരു ബീറ്റിൻ്റെ 2 ബീറ്റിൽ ഒരു ബീറ്റിൽ 2 നോട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു? അതിൻ്റെ 1 2 3 4 ഇങ്ങനെ വരാം. അതേസമയം 3 4 പഠിപ്പിച്ചതായിരുന്നു മിസ് ഹാപ്പി ബർത്ത്ഡേക്ക്. 1 2 3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോഴേ ഇത് കണ്ടോ, ഇത് ഒരു ബീറ്റ് 2 ബീറ്റ്, ഇത് ഒരു ബീറ്റ്, അങ്ങനെ 3 1 2 3. ഇവിടെ 1 2 3 1 2 ഇത് രണ്ടും കൂടി ഒരു ബീറ്റായിട്ട് വരും 3. അപ്പോൾ ഇത് കണ്ടോ, ഇത് 4 നോട്ടും ഈ 4 നോട്ടും 2 ബീറ്റാണ്. 1 2 ഇതൊരു നോട്ട് കണ്ടോ, അപ്പോൾ 3. പിന്നെ 2 4 ഇല്ലേ,
ഈ 2/4-ഉം 4/4 കൂടി വലിയ ഡിഫറൻറ്റ് വരത്തില്ല. ആര് ഇത് ദും ട ട ട ഇങ്ങനെ വരവിട്ട് 1 2 3 4. പക്ഷേ ഈ 2 കൗണ്ട് വരുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ 1 2 1 2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് അപ്പോൾ ഒരു മെഷറിൽ 2 നോട്ട്, 2 ക്രോച്ചറ്റ് ബീറ്റ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ 2 നോട്ട് ഒരു മെഷറിൽ വരും, ഒരു ബാറിൽ വരും. അതാണ് എൻ്റെ കണക്ക്. ഇത് കണ്ടോ, ഇത് ഒരു നോട്ട് വന്നാലും ആ ഒരു കൗണ്ടായി 2 കൗണ്ട്. ഇതാണെങ്കിൽ 4 നോട്ട് ഇങ്ങനെ വരും കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനായിട്ട് ഇത് ടൈം സിഗ്നേച്ചർ. ഇനി ഇതുകൊണ്ട് തീർന്നില്ല. ഇത് വന്ന് 4 4 3 4 2 4. പക്ഷേ ഇനി 6 8 ഉണ്ട്, 12 8 ഉണ്ട്, അങ്ങനെ കുറേ മാറി വരും. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ തരാം. ഇപ്പോൾ എല്ലാം കൂടി പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം കൂടി കിട്ടത്തില്ല. ഓക്കെ. അപ്പം മിസ്സ് ബോർഡിൽ എഴുതിയത് എല്ലാവരും തേര് എഴുതി പഠിക്കണം. തേര് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂസിക്കിൽ. പിന്നെ മിസ്സ് പിയാനോയിൽ പഠിപ്പിച്ച് ആ രാഗം, അതേസമയം അത് ജി മേജർ കോൺട്രറി മോഷനാണ്. അതേ സമയത്ത് ആ പാട്ട് വന്ന് ഇതിനകത്ത് കല്യാണിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി മിസ്സ് നിങ്ങൾക്ക് വെസ്റ്റേൺ ക്ലാസിക്കലോടുകൂടി ചേർന്ന് നമ്മുടെ ഏഷ്യൻ രാഗങ്ങളും കൂടെ പഠിപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ രാഗവും വെസ്റ്റേൺ ക്ലാസിക്ക് പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കർണാടക സംഗീതവും കൂടി പഠിക്കാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പാട്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിന് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.